ഗാസയിൽ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയതോടെ വൻ പ്രതിഷേധമുയർത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള ഇസ്രായേൽ ബന്ദികളുടെ കുടുംബങ്ങൾ. ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരുടെ കുടുംബങ്ങൾ കരയുദ്ധം ആരംഭിച്ച തീരുമാനത്തിനെതിരെയാണ് രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വസതിക്ക് പുറത്ത് കുടുംബാംഗങ്ങൾ തടിച്ചുകൂടി. കുടുംബാംഗങ്ങൾ ഗാസ സിറ്റിയിലെ സൈനിക നടപടി ഉടൻ നിർത്തണമെന്ന് നെതന്യാഹുവിനോട് അഭ്യർത്ഥിച്ചു. നെതന്യാഹുവിൻ്റെ വീട്ടിന് പുറത്ത് ടെൻറ്റുകൾ കെട്ടിയാണ് പ്രതിഷേധം. ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ 48 ഇസ്രായേലികളാണ് ഇനി തിരികെ എത്തിക്കാനുള്ളത്. ഇതിൽ 20 പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ 2 വർഷമായി നടത്തുന്ന ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ 65,000 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. അതിനിടെ ഗാസ പിടിച്ചെടുക്കാനായി കടുത്ത നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു. ഓപ്പറേഷൻ ഗിദയോൻ ചാരിയറ്റ് 2 എന്ന പേരിൽ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇതിനായി ഗാസ സിറ്റിയിൽ വിപുലമായ സൈനിക നടപടി ആരംഭിച്ചതായും താമസക്കാർ ഉടൻ പ്രദേശം വിട്ടു പോകണമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകി. ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ നിയന്ത്രിത പ്രദേശമായി ഗാസയെ മാറ്റുമെന്നും നിലവിലെ ഗാസയുടെ ഭൂപടം ചുരുക്കി തീരത്തെ ഒരു ചെറിയ തുരുത്താക്കി മേഖലയെ മാറ്റുമെന്നുമാണ് IDFൻ്റെ ഭീഷണി. യുദ്ധപ്രഖ്യാപനത്തിന് പിന്നാലെ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ സൈനികർ നേരിട്ടെത്തിയാണ് വെടിവയ്പ് നടത്തിയതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഹമാസിൻ്റെ സൈനിക സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിനായാണ് കരയുദ്ധം ആരംഭിച്ചതെന്നും ഗാസ നിവാസികൾ തെക്കോട്ടേക്ക് മാറിപ്പോകണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഗാസ കത്തിയിരിക്കുമെന്ന പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇസ്രായേൽ സൈനിക വക്താവ് അവിചൈ അദ്രേയി കരയുദ്ധം തുടങ്ങിയതായി പ്രഖ്യാപനം നടത്തിയത്. ഗാസ നഗരത്തിൻ്റെ ഏതാണ്ട് മുഴുവൻ ഭാഗത്തിൻ്റെയും നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായി IDF വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ പറഞ്ഞു. കരയുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഗാസ സിറ്റിയിൽ കനത്ത ബോംബാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഗാസ സിറ്റിയിൽ നിന്ന് 10,000-കണക്കിന് പേരാണ് തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യുന്നത്. പലായനം ചെയ്യാൻ തുറന്നു നൽകിയ അൽ റഷി സ്ട്രീറ്റിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആക്രമണം തുടങ്ങിയ ശേഷം ഇതുവരെ ഗാസ സിറ്റിയിലെ 40% താമസക്കാർ തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്തതാണ് റിപ്പോർട്ട്. ഇസ്രായേൽ സൈന്യം ഗാസ നഗരത്തിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ടാങ്കുകളും കവചിത വാഹനങ്ങളുമായാണ് സൈന്യത്തിൻ്റെ നീക്കം. 2 വർഷത്തെ യുദ്ധത്തിനിടെ ഏറ്റവും ദുരിതം നിറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് ഗാസ നഗരം കടന്നുപോകുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.